നീ ചെയ്ത് കഴിഞ്ഞില്ലേ? നിന്നോട് ഞാൻ ഇപ്പൊ പറഞ്ഞതാ. ഇങ്ങോട്ടാ ഞാൻ ചെയ്യാം. സവോള അരിയാണോ അത് കറിയാണോ? കണ്ടിട്ട് എന്താ തോന്നണേ? എന്ത് പറ്റിയിടാ? എന്ത് പറ്റി എന്റെ ചാണ്ടിക്കുഞ്ഞിന്? എന്ന് പറഞ്ഞേ, പറയുന്നു. ഇവിടെ പറയടാ. ശരി, ഈ റീസൺ എന്താ ഞാൻ ചോദിക്കുന്നില്ല. കരഞ്ഞിറക്കാളൊക്കെ കരഞ്ഞു. എന്നിട്ട് ഓക്കെ ആയിട്ട് എന്നോട് ഒന്ന് പറയാൻ പറ്റണതാണെങ്കിൽ പറ. ഓക്കെ ആയോ നീ? ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? പാർവതിയുടെ മാരേജ് ആയിരുന്നു ഇന്നലെ. എന്നെ വിളിച്ചിരുന്നോ? നീ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഫേക്ക് അക്കൗണ്ട് വഴി. നിന്നോട് ഞാൻ പറഞ്ഞത് അവരെങ്ങനെ ഫേക്ക് അക്കൗണ്ട് വഴി സ്റ്റോക്ക് ചെയ്തു. അവർ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ നിനക്ക് എത്ര ബുദ്ധിമുട്ടാവുന്ന എനിക്ക് നന്നായി അറിയുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞേ. എടി അങ്ങനെയല്ല, കുറച്ചു കാലം ചങ്കും കജലൊക്കെ ആയിട്ട് നടന്നതല്ലേ. അപ്പൊ അവര് പോയപ്പോ എന്താന്നറിയില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനും അമ്മയും വരെ മക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പോഴാ കുറച്ച് ഫ്രണ്ട്സ്. 3 കൊല്ലമായില്ലേ ഒരു ലൈഫിൽ നിന്ന് പോയിട്ട്. ഒരു ഇത്ര നാൾ എന്തെങ്കിലും നിന്റെ അന്വേഷിച്ചോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ അവരിലുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എവിടെയായിരുന്നു എന്നെങ്കിലും അവർക്കൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. അതെങ്കിലും അവർ ചെയ്തു. അവരെന്തിനാ നിന്നെ കളഞ്ഞിട്ട് പോയത്? നീ മറന്നിട്ടൊന്നുമില്ലല്ലോ? ഓർമ്മയില്ലേ നന്നായിട്ട്? നീ അത്രയും വിഷമിച്ചവർക്ക് വേണ്ടി നീ അറിയണം. മൂവ് ഓൺ ചെയ്യ് ചാണ്ടി, അതാ നല്ലത്. എനിക്കൊരു കോള് വരുന്നു. ഹലോ, നിനക്ക് നാണമുണ്ടോ? നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചേ. ഒരു ഉളുപ്പില്ല അതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കുക. പാറു വിടില്ല ഞാൻ എന്തായാലും നന്നായി. വർഷത ആക്സിഡന്റിൽ സംഭവിച്ചൊരു കാര്യമാണ്. അല്ല നീ പറയും പോലെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്തു. എടി, നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതാകെ നിനക്ക് അവന് ക്രഷ് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് അവള്. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് പറയോ? എടി, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ റിലേഷൻഷിപ്പിലല്ല. അത് ഞാൻ സമ്മതിച്ചു. ഇതിപ്പോ ഞങ്ങൾ ആരും ചീറ്റ് ചെയ്യുന്നില്ലല്ലോ. അവനും വേറെ ഗേൾ ഫ്രണ്ട് ഇല്ല, എനിക്കും വേറെ ബോയ് ഫ്രണ്ട് ഇല്ല. എടി, ഞങ്ങളുടെ ഇടയിൽ നടന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തിന് എനിക്ക് ജഡ്ജ് ചെയ്ത് വർഷം പ്ലീസ്. ഞാൻ ജഡ്ജ് ചെയ്യാനും വരുന്നില്ല, നിന്റെ അടുത്ത് ഇനി സംസാരിക്കാനും വരുന്നില്ല. ഞാൻ മാത്രമല്ല, പാറു. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. The number you are trying to call is currently not reachable. വർഷ, എടി നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങൾ എത്ര വിളിച്ചെന്നറിയോ? അല്ല, പാറു എവിടെ? പാറു അവളുടെ പാരൻസിൻ്റെ കൂടെ പോയി 1 മാസം. ആണോ? എന്നോട് പറഞ്ഞില്ല. വേണമെന്ന് വിചാരിച്ച് പറയാതിരുന്നതാ. അല്ല, ഞാൻ നിന്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ വീട്ടിലില്ലെന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ വീട്ടിലോട്ട് വരായിരുന്നേ. അമ്മയോട് ഞാനാ പറഞ്ഞേ അങ്ങനെ പറയാം. എന്തിന്? നിങ്ങൾക്ക് അത്രയും വെറുത്തുപോയി എന്നെ? സത്യം പറയാലോ, ഇത്ര ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോവാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചാണ്ടി, അത് ആരാ ഒന്ന് നോക്കോ? ചാണ്ടി, എത്ര നാളെ നിന്നെ കണ്ടിട്ട്? നമുക്കൊരു മാറ്റമില്ലല്ലോ. വാ, എന്ത് ചൂടാ പുറത്തല്ലേ? ഞാനേ പാറുവിന്റെ കല്യാണത്തിന് വന്നയാ. അപ്പൊ 5 പറഞ്ഞ നീ ഇവിടെ ഉണ്ടെന്ന്. എടി, ആ AC ഒന്ന് ഇടുവോ? എന്ത് ചൂടാ പുറത്ത്?
ഒരാശ്വാസമായി. പിന്നെ നിനക്ക് സുഖമല്ലേ? അമ്മയും അച്ഛനും അനിയനെയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പു വലുതായല്ലേ, അവന് ഇൻസ്റ്റോപ്പിക്കൊക്കെ കണ്ടു. പിന്നെ നീ എന്താ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ലാത്ത? നിന്നെ 3-4 കൊല്ലമായിട്ട് കാണാറേ ഇല്ലല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന എൻ്റെ കല്യാണക്കാര്യം പറയാനാ, നീ എന്തായാലും വരണം. അല്ല, ഈ ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഞങ്ങളെ കല്യാണത്തിൽ വിളിക്കുന്നുണ്ടോ? നീയല്ലേ പറഞ്ഞു ഞാൻ ക്യാരക്ടർലെസ് ആണെന്ന്, അതാ ചോദിച്ചത്. നീ ഇങ്ങനെ പണ്ടത്തെ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ ചാണ്ടി. വിഷമോ? നിനക്കോ? അപ്പൊ 3-4 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് നിനക്കറിയോ? നിന്റെ കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും നിനക്ക് പാറും ഉണ്ടായിരുന്നു. എന്റെ അവസ്ഥ എന്താന്ന് നിനക്കറിയായിരുന്നു. പക്ഷെ നിനക്ക് നന്നായിട്ട് അറിയായിരുന്നു എനിക്ക് നീ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. ഇനി ഇത് മനസ്സിലായോണ്ടല്ലേ ഞാൻ ഇപ്പം വന്നേ. ഓ, അത് മനസ്സിലാക്കാൻ നിനക്ക് 3 കൊല്ലം വേണ്ടി വന്നു. പാറു ഇങ്ങനെ ചെയ്തത് അത് പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം എനിക്ക് അവളെ കോളേജിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാ. പക്ഷെ നീ എനിക്ക് അങ്ങനെയായിരുന്നു. 10-20 കൊല്ലം ഒരുമിച്ച് നടന്നല്ലായിരുന്നു നമ്മൾ. എനിക്ക് ഫ്രണ്ടായിട്ടും ബെസ്റ്റ് ഫ്രണ്ടായിട്ടും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ നീ എന്നെ എത്ര സിമ്പിളായിട്ട് നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയേ. നിനക്ക് ഞാൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ വർഷം. എന്റെ ചാണ്ടി, നിന്റെ സൗണ്ട് അങ്ങോട്ട് ബാത്റൂം വരെ കേൾക്കാം. ഹായ് വർഷ. ഒരാൾ വീട്ടിൽ വന്നിട്ട് ഇരുത്താതെ. വാ ഇരിക്കി. ഞാൻ മിലൻ. ഇരിക്കി. സാന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ? മിലൻ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഓ ഷുവർ. ഈ 3 കൊല്ലമായിട്ട് സംസാരിക്കാനകത്ത് എന്തെങ്കിലും നിനക്ക് ഇപ്പൊ സംസാരിക്കാനുള്ള? ചാണ്ടി മിലൻ പ്ലീസ്. ഷുവർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എങ്ങോട്ടാ? ഇവിടെ ഉള്ളപ്പോ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ കാര്യത്തിൽ ഇവളെന്തിനാ കയറി ഇടപെടുന്നേ? ഇവളിടപെടും. ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നെ ജഡ്ജ് ചെയ്യാത്ത, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നത്. അത് നീ എനിക്ക് മനസ്സിലാക്കി തന്നെ. വർഷ, കല്യാണത്തിന് എന്തായാലും ഞാൻ വരില്ല. നീ പഴയ ബന്ധം വെച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നിന്നെ പണ്ടത്തെ പോലെ കാണാൻ പറ്റില്ല. സോറി ഫോർ എവരിതിങ്. നീ എന്തിനാ ചാണ്ടി അവളുടെ മുഖത്തടിച്ച പോലെ ഓരോന്ന് പറഞ്ഞു? എനിക്ക് അവളെ ജസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് കരുതായിരുന്നല്ലോ. ഇവിടെ എനിക്ക് പറ്റില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ ഞാൻ ജസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക. 3-4 കൊല്ലമായിട്ട് ഒരു കോണ്ടാക്റ്റിലായിരുന്നല്ലേ. ഇനി അങ്ങനെ തന്നെ മതി. അതായിരിക്കും എനിക്ക് അവൾക്ക് നല്ലത്.